നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് വ്യൂസും CTR ഇംപ്രഷനും എല്ലാം മണ്ണാങ്കട്ടയും കിട്ടുകയും പിന്നീടുള്ള മണിക്കൂറുകളിൽ നമുക്ക് വ്യൂസും ഒന്നും കിട്ടാതിരിക്കുകയും കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ആദ്യം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും നോട്ടിഫിക്കേഷനിലൂടെയും എത്തിച്ചു കൊടുക്കും. അടുത്ത ഒരു മണിക്കൂറിൽ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നതിലൂടെ വ്യൂസ് ലഭിക്കുകയും ഇംപ്രഷൻ കൂടുകയും ചെയ്യും. ആദ്യത്തെ 1-2 മണിക്കൂറിൽ ഈ വീഡിയോ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കാണുന്നതിനാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ലഭിക്കുകയും ഓഡിയൻസ് റിട്ടൻഷൻ ഇൻക്രീസ് ആവുകയും ചെയ്യും. അതിനുശേഷം ഈ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. നേരത്തെയുള്ള അത്രയും CTR ലഭിക്കാതെ വരികയും ഇംപ്രഷൻ കുറയുകയും ചെയ്യുന്നത് മൂലം ഇങ്ങനെ വ്യൂസ് കുറയുകയും ചെയ്യും. ഇങ്ങനെ വ്യൂസ് സ്റ്റക്ക് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ലാതെ നമ്മൾ നോൺ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വ്ളോഗിങ് ആയിട്ട് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലത്തെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ട്രെൻഡിങ് വീഡിയോസൊക്കെ ചെയ്യാവുന്നത് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോൺ സബ്സ്ക്രൈബേഴ്സിൽ നമ്മുടെ വീഡിയോ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ടെക്നോളജി വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ എല്ലാ വീഡിയോ നമ്മൾ വൈകിട്ട് 5 മണിക്ക് ആ ടൈമിലൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.